ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ടിനു വർഗീസ്. ഞാൻ നിങ്ങളൊരു അടിപൊളി സിറ്റി കാണിച്ചു തരാവേ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹിസ്റ്റോറിക് മെഡിവൽ സിറ്റി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പോർട്രേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സിറ്റിയിലൂടെ എൻ്റെ കൂടെ നിങ്ങളും പോരും, നമുക്ക് ഒരുമിച്ച് കണ്ടിരിക്കാം. കാണുന്നതാണ് യോർക്ക് മിനിസ്റ്റർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കത്തീഡ്രലാണ്, ഭയങ്കര ഫേമസുമാണ്. 7th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഏകദേശം ഒരു 250 ഇയേഴ്സോളം അതിൻ്റെ പണി നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ഉള്ള ആർക്കിടെക്ചറാണ്. ഒന്ന് നോക്കിയേ. ഇത് യോർക്ക് മിനിസ്റ്ററിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണേ. നമ്മൾ വന്ന ടൈം ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഔട്ട്സൈഡ് തന്നെ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള വ്യൂ ആണ്. എന്നാ രസമാണെന്നറിയോ കാണാൻ തന്നെ. സത്യം പറഞ്ഞാൽ ഈ യോർക്ക് സിറ്റിയിൽ യോർക്ക് മിനിസ്റ്റർ ഒരു തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നല്ല അടിപൊളി പാർക്കാണേ. റൈറ്റ് സൈഡിൽ കുറച്ച് ക്രൗഡ്സ് നിൽക്കുന്നത് കണ്ടോ. ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ബേർഡ്സിനെ എടുത്ത് ഫോട്ടോ എടുക്കാനും പെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ട്രെയിൻഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്, അതുകൊണ്ട് നമ്മളൊന്നും ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് ക്രൗഡ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ ഔളൊക്കെ ഉണ്ട് കേട്ടോ. ഔളും ഈഗിളും ഒക്കെ ഉണ്ട്. നമുക്കൊരു ചെറിയ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യോർക്ക് മ്യൂസിയത്തിലോട്ടാണ്. ഇതും വളരെ പഴയ ഒരു മ്യൂസിയം ആണ്. 1830 ഇത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത്. യോർക്ക് മാർക്കറ്റാണ്. ചെറിയ ചെറിയ ഷോപ്സ്, ബാഗ്സിൻ്റെ, വെജിറ്റബിൾസ്, ഓർഗാനിക് വെജിറ്റബിൾസ്, വളരെ രസമാണ്. ചെറുതാണ്. കാൻഡിൽസ് ഉണ്ട്, സെൻറ്റർ കാൻഡിൽസ്. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട് അപ്പുറത്തെ ഹോട്ടലിൽ. വളരെ മനോഹരമാണ്. നിറയെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നിറയുണ്ട്. നല്ല സമ്മർ ടൈം, നല്ലൊരു വെതറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും പുറത്ത് തന്നെയാണ്. ഇവിടെ ഭയങ്കര സെൻറ്റഡ് ആയിട്ടുള്ള കാൻഡിൽസ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ഒരു ഓൾറെഡി പറഞ്ഞു. ചിലതൊക്കെ നമ്മുടെ ഫോക്കൻസിൻ്റെ സ്മെല്ലുണ്ട്. ലെഗ്സിൻ്റെ സ്മെല്ലാണ്, അതാണ് ഞാൻ എടുത്തത്. ഇത് ആ ടോണിക്കില്ലേ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന തൊണ്ടവേദന ഒരു പിങ്കുള്ള ടോണിക്, അതിൻ്റെ അത് സ്മെല്ലാണ്. ചന്ദനത്തിൻ്റെ ഒരു സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം.
ഹായ്, ഇതൊരു മെയിൻ അട്രാക്ഷനാണ്. ഷാമ്പിൾസ് എന്നാണ് പറയുന്നത്. ഷാമ്പിൾസ് എന്ന് പറഞ്ഞൊരു ഏൻഷ്യൻ റിച്വൽസിൻ്റെ ഷോപ്പ്. ശ്രദ്ധിച്ചായിരിക്കാം എങ്ങനെയാണോ പണ്ടത്തെ ഷോപ്പ് മേക്ക് ചെയ്തിരുന്നത് ഈ കൊത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് ചെറിയ ചെറിയ ഷോപ്പ് ഒരു മെയിൻ അട്രാക്ഷനാണ്. നല്ല തിരക്കാണ്. ഇപ്പം നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് വെതർ അടിപൊളി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഈ രണ്ട് സൈഡ്സിലും നിറയെ ഷോപ്പുകളാണ് കേട്ടോ. പണ്ടത്തെ ഷോപ്പുകൾ കണ്ടാൽ അറിയാം, ചെറിയ ചെറിയ ഷോപ്പുകളാണ്, പക്ഷെ ഉള്ളിൽ ഭയങ്കര വൈഡ് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാട്ടോ. പല ക്രാഫ്റ്റുകൾ, ഗിഫ്റ്റ്സ്. എന്നാ രസമാണെന്നറിയോ ചില ഷോപ്പുകളൊക്കെ കാണാൻ. ഇപ്പം ഞാൻ സൂം ചെയ്തില്ലേ, ഇത് ഇവിടുത്തെ യോർക്ക് ഗോസ്റ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ ആട്ടോ. ആ കുഞ്ഞ് ഇത് അതിന്റെ തന്നെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. സെൻറ്റർ ക്യാൻഡിൽസ് തന്നെയാണ്, അതിൻ്റെ തന്നെ ഒരു ഷോപ്പാണ്. ഈ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ടെസ്റ്റേഴ്സും യു ടെസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഈ ക്യാമ്പസിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഈ ഷോപ്പ് ദാറ്റ് മസ്റ്റ് നോട്ട് ബി നെയിംഡ് എന്നാണ്. ഹാരി പോട്ടർ ഷോപ്പാണ് കേട്ടോ. നമുക്ക് എന്തായാലും കണ്ടുപോകാം. ഇനിയുള്ള എൻ്റെ യാത്രകൾ ഇതിലാണ്. നമുക്കിത് അവിടെ അടിച്ചു പറ്റും. ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഡോബി. പാവം തോന്നും കേട്ടോ, ഈ ഡ്രസ്സൊക്കെ എടുത്ത് മൂക്കൊക്കെ ചീറ്റി. അയ്യോ, ഡ്രസ്സൊന്നും ആരും വാങ്ങി കൊടുക്കാം. ഡോബി എന്നാണ് കേട്ടോ. ആയിരുന്നോട്ടെ, ഇത് നമുക്ക് പോകാനുള്ളതിന് വിരുദ്ധ കിട്ടിയിരിക്കുകയാണ്. ഹാരി പോട്ടറിന്റെ വാങ്ങുന്നത് അറിയില്ല. ഹാരി പോട്ടറിന് വാങ്ങിയിട്ടുണ്ട്. വർക്ക് ഇത് ഈ ജിന്ന് വോഡ്ക്കയൊക്കെ കൊടുക്കുന്ന ഷോപ്പാണ്. അത് നമ്മൾ ഈ 100, 200, 500 അങ്ങനെ ml ഉള്ള ബോട്ടിൽസ് ഉണ്ട്, വെറൈറ്റി ഷേപ്പിലുള്ളത്. അതുപോലെ ഈ സംഭവമൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കളേർഡും ഡിഫറെൻറ്റ് ഫ്ലേവേർഡും ആണ് കേട്ടോ. അപ്പോൾ യോർക്കിൻ്റെ വീഡിയോ അങ്ങനെ തീർന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ജെന്യുവൻ ആയിട്ട് കമൻറ്റും സജഷൻസ് തരണം കേട്ടോ, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.